നമസ്കാരം. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 7ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. ട്രാഫിക് ലംഘനങ്ങളുടെ ഭാഗമായി നീതിയുക്തമായ പിഴ ഈടാക്കുന്നതിന് സംസ്ഥാനത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇത് ട്രാഫിക് മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കുവാനും കഴിയുന്നു. ട്രാഫിക് മേഖലയിലെ പൊരിവെയിലത്തുള്ള ജോലിഭാരം കുറയ്ക്കാനും ആ മേഖലയിൽ ജീവനക്കാരുടെ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. ഇതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും കുറവ് വരുത്തുവാൻ സാധിക്കുന്നു. ആധുനികവൽക്കരിക്കപ്പെട്ട ട്രാഫിക് സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ഈ മേഖലയിലെ കുറഞ്ഞ സാമ്പത്തിക ചെലവും ഉയർന്ന വരുമാനവും ലഭ്യമാവുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനജീവിത വളർച്ചയ്ക്ക് ഉപയുക്തമാകും വിധം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഏതൊരു രാജ്യത്തെയും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെയാണ് ആ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രമസമാധാനത്തിനുള്ള പ്രാധാന്യവും. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പലപ്പോഴും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലെ ഒന്നാന്തരം പൗരന്മാരുടെ സുരക്ഷ ഒരുക്കുന്നതിലും പോലീസ് സംവിധാനത്തിലെ ജീവനക്കാരുടെ താൽപ്പര്യ സംരക്ഷണത്തിനുമായി വഴിമാറുന്നതായി കാണാവുന്നതാണ്. ക്രമസമാധാനം പോലുള്ള മേഖലകളിൽ ജാതി തിരിച്ച് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനവും തുടർന്ന് ലഭിക്കുന്ന പ്രമോഷനുമൊക്കെ നമ്മുടെ കാര്യക്ഷമമായ ക്രമസമാധാന മേഖലയിലെ അന്തരീക്ഷത്തിന് വിലങ്ങുതടി ആകുന്നു. സംസ്ഥാനത്തെ പ്രധാന ചിലവിനങ്ങളിൽ പെടുന്നതാണ് പോലീസ് സംവിധാനത്തിനായി ക്രമസമാധാനം എന്ന പേരിൽ ചിലവഴിക്കപ്പെടുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തിന് തീരെ പരിഗണന കൊടുക്കാത്ത സംഘടനാ പ്രവർത്തനം നിലനിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ പോലീസ് സംഘടനാ മേഖലയിൽ നിന്നും മറിച്ചൊന്നും പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന മേഖലകളിലൊക്കെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലും ഔട്ട്സോഴ്സിംഗ് അടിസ്ഥാനത്തിലും ജീവനക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്തി ഈ മേഖലയിൽ ഖജനാവിൽ നിന്നുള്ള സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരികയും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 7ാം പേജ് അവസാനിക്കുകയാണ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നന്ദി.